എന്താണ് ഹിസ്റ്ററി വേണമെങ്കിൽ ഞാൻ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞവന്. അപ്പോൾ എൻ്റെ ഗുണങ്ങ് തീർന്നോളും. മനസ്സിലായോ? തീർന്ന് വരുന്നതെന്ന് എനിക്കറിയാം. മോൻ്റെ എന്താണ് വേണ്ടത്, അതെന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനത് എടുത്തു കൊടുക്കാം മോനിക്ക്. അപ്പോൾ എൻ്റെ വായ്ത്താളം തീരുമെങ്കിൽ പക്ഷെ ഓൻ്റെ ഒന്ന് അണ്ണനൊന്നും അതിന് നിൽക്കൂല. മനസ്സിലായോ? പേടി വരും. മൊത്തത്തിൽ മൂഞ്ചി തെറ്റി വണ്ടാരടങ്ങി മൂഞ്ചിയല്ലോ. ഇനി വന്നാൽ ബാക്കിയുള്ളതും കൂടി ഞാൻ പറയും. അതും താങ്ങാനുള്ള കഴിവില്ലാത്ത ഇവൻ്റെ ടീംസ് ഇവിടെ വന്ന് കൊണക്കാൻ നിന്ന ഓൻ്റെ എന്താന്ന് ഞാൻ പ്രൂഫ് അടക്കം ഞാൻ എടുത്ത് കാണിക്കുന്ന അവനെല്ലാം അറിയാം. അതുകൊണ്ട് വായു കൂട്ടി അങ്ങാണ്ട് നിൽക്കുന്നയാ. മനസ്സിലായോ? നിനക്കെല്ലാം കടിയുണ്ടെങ്കിൽ നീ ഓൻ്റെ അടുത്ത് പറയാൻ പറ, എന്നെ പറയാം. ബാക്കി ഓൻ്റെ കടി ഞാൻ അന്നേരം തീർത്തു കൊടുക്കാം. പോരെ? അങ്ങനെയെങ്കിലും ആന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ ട്രിഗറും ഇതും ദേഷ്യങ്ങളും കയറും പപ്പാടെ ആ സ്പോട്ടില് അങ്ങനെ ഒരുത്തരായിപ്പോയി ഞാൻ. ഇനി അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടാവില്ല. അത് എൻ്റെ ഭാഗത്ത് ഉറപ്പാണ്. ഇനി ഈ കോൺട്രവേഴ്സി എന്ന് പറഞ്ഞാൽ ഒരു 5 കൊല്ലത്തേക്കുള്ള കോൺട്രവേഴ്സി ഞാൻ ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായോ? ഒരു 5 കൊല്ലത്തേക്കുള്ള കോൺട്രവേഴ്സി ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു കോൺട്രവേഴ്സി പിടിക്കാൻ എനിക്ക് പറ്റൂല. മനസ്സിലായോ? അടുത്തൊരു 5 കൊല്ലത്തേക്കുള്ള കോൺട്രവേഴ്സി ഞാൻ ഓൾറെഡി പിടിച്ചു. ഇനി ഇനി എനിക്ക് പിടിക്കാൻ പറ്റൂല. ഇനി ഞാൻ നെല്ലയിൽ പോവാൻ പോവാ. കാരണം എനിക്ക് പറ്റൂല. അതാണ്. പുറത്തൊക്കെ പ്രശ്നം കാരണം GTA ഗാങ് പോയതാണ് ശരിക്കും സാഡായത് കാര്യം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ. പിന്നെ ഇതിൽ എല്ലാവർക്കും പങ്കുണ്ടോ? മനസ്സിലായോ? ഈ പറഞ്ഞ പോലെ ഒരു പ്രോബ്ലം വരുമ്പോ അത് ഇതാക്കാൻ ഈ പറഞ്ഞ ഇതിന്റെ റൂട്ട് കോസ് ആയിട്ട് ഓരോരാൾക്കും ഇതിൽ പങ്കുണ്ട്. ഓരോരാൾക്കും പങ്കുണ്ടെന്ന് ഞാൻ പറയും. ഇപ്പൊ GTA ആൾക്കാരാണെങ്കിലും ഓരോരാൾക്കും പങ്കുണ്ട് തന്നെ ഞാൻ പറയും. പിന്നെ ആരുടെ പേരും ഇതൊന്നും എടുത്ത് ഞാൻ പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ എല്ലാരും അവരവരെ ഇത് നോക്കി ലാസ്റ്റ് ഇപ്പൊ എല്ലാം അടിച്ച് മൂഞ്ചി തെറ്റി അങ്ങ് ഇരുന്നു. മനസ്സിലാ? അപ്പം ബ്രോ ആ ലൈഫ് ഓഫ് അനന്തു കോപ്പിറൈറ്റ് അടിച്ച് കളയാൻ പറ്റുമോ? അവൻ കുറെ പേരുടെ ലൈഫ് നശിപ്പിച്ചവനാണ്. എടാ ഓനൊന്നും ഒരു പുല്ല്. ഓനൊന്നും ഇതാക്കി വിചാരിച്ചിട്ട് എന്റെ ലൈഫ് നശിക്കാനൊന്നുമില്ല. മനസ്സിലാവും? വിട്, ഞാൻ പറയുന്നില്ല. അതെല്ലാം നമുക്ക് നമുക്ക് നമ്മളെ പരിപാടികളിലൂടെ ഇതാക്കാൻ പറ്റും. പിന്നെ കൊടുക്കാൻ പറ്റുന്നല്ല നമുക്ക്. ലെറ്റ്സ് ഗോ ചാറ്റ്, ലെറ്റ്സ് ഗോ. ഫേസ് ക്യാം ഇല്ല. കാരണം ഫേസ് ക്യാം ഞാൻ ഇടുന്നില്ല. കാരണം ഫേസ് ക്യാം ഇട്ട് കഴിഞ്ഞാല് കുറെ എന്താ പറയാ, കുറെ ആൾക്കാർക്ക് അതൊരു ഇതായിട്ട് തോന്നും. അതുകൊണ്ട് ഫേസ് ക്യാം ഇല്ല. ഫേസ് ക്യാം ഇല്ലാണ്ടാണ് ഞാൻ ലൈവ് ചെയ്യുന്നത്. സോറി, ഫേസ് ക്യാം ഉണ്ടാവില്ല. അപ്പോൾ ഫേസ് ക്യാം ഇടറ അർഷി ഇല്ല ബ്രോ. ഫേസ് ക്യാം ഇല്ല. കാരണം ഫേസ് ക്യാം ഇട്ട് കഴിഞ്ഞാല് നിങ്ങൾക്ക് വെറുതെ ചുമ്മാ വന്ന് കുണച്ചിട്ട് ഞാൻ അത് കാണേണ്ടിയും കേൾക്കേണ്ടിയും വരും. അതിന്റെ ആവശ്യമില്ല. ഓക്കെ? പേടിയാണോ? ആ പേടിയാണ്. അങ്ങനെ കൂട്ടിക്കോ. ഓക്കെ. ഓക്കെ, എന്തൊക്കെ കാര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ഫേസ് ക്യാം ഇടാം. അല്ലാണ്ട് നിന്റെ ഒന്നും വായിരിക്കുന്ന ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫേസ് ക്യാം ഇടൂല. ഓക്കെ? അപ്പൊ കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ഫേസ് ക്യാം ഇടും. അല്ലാതെ ഫേസ് ക്യാം ഇടുന്ന പരിപാടി ഇല്ല. കാരണം വെളുപ്പിക്കല്ലോ. ആര് വെളുപ്പിക്കല്? കാണാൻ പൂതിയാന്ന്. കാണാൻ പൂതിയല്ല എനിക്ക്. DC റിയാക്ട് ഉടായിപ്പ വേണ്ട. ഉടായിപ്പൊന്നും വേണ്ട. ഞാൻ ചാറ്റ് ഇതാക്കി വെച്ചാലോ? ഇമോട്ട് ഓൺലി ആക്കിയാലോ? ഇമോട്ട് ഓൺലി. ഇത് നമുക്ക് ഞാൻ ഇതിനല്ല വന്നത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും കുറച്ച് കാര്യങ്ങൾ പറയാനും കാണിച്ചു തരാനൊക്കെയാണ് ഞാൻ വന്നത്. പക്ഷെ ഇവിടെ കുറേ നാറികളുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ അത് വേണ്ടെന്നാ വിചാരിക്കുന്നത്. ഇവനൊന്നും അതൊന്നും അറിയണ്ട. ഇവനൊന്നും അത് അറിയേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഇവനൊന്നും അത് അറിയേണ്ട ആവശ്യമില്ല. സോ അത് വേണ്ട. ഇവനെല്ലാം ഈ കോൺട്രവേഴ്സിക്ക് വരുന്ന ടീമാണ്. അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനും ഇതാക്കാനൊക്കെ ഉണ്ട്. പക്ഷെ വേണ്ട, അതിന്റെ ആവശ്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് അത് ഡിസേർവ് ചെയ്യുന്നില്ല. ഓക്കെ? സോ അതിന്റെ ആവശ്യമില്ല. ഞാൻ
ഇമോട്ട് ഓൺലി ആക്കിയിട്ട് ഞാൻ ലൈവ് ചെയ്തോളാം. ഓക്കെ, അതല്ലേ നല്ലത്. ആർ പി അല്ലേ ഇപ്പൊ? അപ്പൊ ആർ പി ഉണ്ട്. അപ്പൊ നമുക്ക് ആർ പി കളിച്ച് നമുക്ക് അങ്ങ് പോവാം. ഞാൻ ഇതിനല്ല വന്നത്, കുറെ കാര്യങ്ങൾ പറയാനും കാണിക്കാനും ഇതാക്കാനൊക്കെ വന്നതാണ്. പക്ഷെ അതിന്റെ ആവശ്യമില്ല. ഓക്കെ, അത് വേണ്ട. ഇവനൊക്കെ ഇവിടെ വന്ന് വെറുതെ ഇതും വിളിച്ച് അങ്ങ് പോയിക്കോട്ടെ. ഇമോട്ട് ഓൺലി മതി, നമുക്കത് മതി. നമുക്ക് നമ്മളെ പരിപാടിയായിട്ട് മനസ്സിലായ, നമുക്ക് നമ്മളെ പരിപാടിയായിട്ട് അങ്ങനെ പോവാം. അതല്ലേ നല്ലത്. അതിന്റെ സ്ഥിരമായിട്ട് നമ്മൾ വരുന്ന ആൾക്കാർ മാത്രം ഒന്ന് പറഞ്ഞാട്ടെ, അവർ മാത്രം പറഞ്ഞ നമുക്ക് ഇമോട്ട് ഓൺലി ഇട്ട് ആർ പി കളിച്ച് പോയാൽ പോരെ. അല്ലാണ്ട് ഇവനൊന്നും വെറുതെ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫേസ് ക്യാം പോണെങ്കിൽ ചിരി വരുമ്പോ അല്ലേ. ഓക്കെ 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 ഓക്കെ, നമുക്കത് മതി. ഓക്കെ, അപ്പോ അപ്പം കുത്തിത്തിരിപ്പാക്കാൻ വന്ന നാറികളെല്ലാം വിട്ടോ. നിങ്ങൾക്ക് ഇവിടെ റോളില്ല, ഇന്നില്ല, പിന്നെ പറയാം. അപ്പൊ വിട്ടോ. ഓക്കെ, ഞാൻ ഇമോട്ട് ഓൺലി ആക്കിയെന്ന്. കാരണം എൻ്റെ ആൾക്കാർക്ക് അത് മതി. നമ്മൾ ആർ പി കളിച്ച് നമ്മളെ ഇതുമായിട്ട് നമ്മൾ പോയിക്കോളാം. സോ നിങ്ങളെ ആവശ്യം ഇവിടെ ഇല്ല. അപ്പൊ വിട്ടോ. എവിടെയെന്ന് വെച്ചാൽ എവിടുന്നാണോ വന്നിന് അടുത്തേക്ക് വിട്ടോ. ഓക്കെ ഓക്കെ, ലെറ്റ്സ് ഗോ. ഫേസ് ക്യാം ഉണ്ട്. ഫേസ് ക്യാം നമുക്ക് ഇടാം, കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം. ഈ മറ്റേ കോൺട്രവേഴ്സിക്ക് വന്ന നാറികളെല്ലാം ഒന്ന് പോട്ടെ. മനസ്സിലായ? ഇവന്മാരൊന്നും ഇടാൻ വെച്ച് പൊറപ്പിക്കേണ്ട ആവശ്യമില്ല. ഇവന്മാരെല്ലാം പോട്ടെ, ഇവന്മാര് പോട്ടെ. അല്ലാണ്ട് വെറുതെ ഇവന്മാർക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അല്ല, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അതെല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് സോർട്ട് ചെയ്ത് പോവാന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇവന്മാരൊന്നും ഇത് കാണിച്ചിട്ട് കാര്യമില്ലടാ. മറ്റേ മറ്റേ പടം ഉണ്ടല്ലോ, ഏതാണ്, നെസ്ലിന്റെ മറ്റേ പടത്തിൽ പറഞ്ഞ പോലെ അതാണ് അതിന്റെ സംഭവം. മനസ്സിലായി? ഇവരെല്ലാം എന്ത് ഇതാക്കിയാലും ഇവർക്കെല്ലാം വിശ്വസിക്കാൻ താല്പര്യമുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. അതിൽ മാത്രമേ അവർ വിശ്വസിക്കൂ. ഇപ്പൊ എന്തൊക്കെ കാര്യം ചെയ്തിട്ടാണെങ്കിലും, എന്തൊക്കെ എൻ്റെ ഭാഗത്ത് ശരിയുണ്ട് എന്നും ഇതുണ്ടെന്നും അതിനുള്ള എല്ലാ പ്രൂഫും കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ പറഞ്ഞ പോലെ ഇവനെല്ലാം വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അവരത് വിശ്വസിച്ച് അങ്ങനെ പോയിക്കോട്ടെ. അതല്ല നല്ലത്. അവരത് വിശ്വസിച്ച് അങ്ങ് പോയിക്കോട്ടെ. നമുക്ക് അവരെ തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവരത് വിശ്വസിച്ചോട്ടെ. അവരെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. അപ്പൊ അതുമായിട്ട് അവർ പോട്ടെ. അപ്പൊ യുവന്മാരൊന്നും വെറുതെ നമ്മള് എന്താ പറയാ വിശ്വസിപ്പിച്ച് കൂടെ നിർത്തേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ കോൺട്രവേഴ്സിക്ക് വന്ന ആൾക്കാർ ആ വഴിക്ക് അങ്ങ് പോയിക്കോ. ഓക്കെ, നമുക്ക് നിങ്ങളെ ആവശ്യമില്ല. നമ്മളിവിടെ ആർ പി കളിച്ച് ഞാൻ പോയിക്കോളും. എനിക്ക് അതിന്റെ ഇതുണ്ട്. അപ്പൊ ആ രീതിയിൽ ഞാൻ പോയിക്കോളാം. എനിക്ക് നിങ്ങളെ ആവശ്യമില്ല. കോൺട്രവേഴ്സിന്റെ ആൾക്കാർ ഇവിടെ വരണ്ട. ഓക്കെ, ഞാൻ ഇതിന്റെ കാര്യങ്ങൾ പറയാന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ വേണ്ട. അത് ഡിസേർവ് ചെയ്യുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അല്ല നല്ലത്, അത് മതി. കാരണം ഈ പറഞ്ഞ പോലെ ഇവനെല്ലാം തെളിയിച്ച് ഇവനെല്ലാം വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ അതും ഇനിയിപ്പോ എന്തെല്ലാം പറഞ്ഞാൽ പോലും ഇവനെല്ലാം വേറെ കുറേ പറയാനും ഇതാക്കാനും ഉണ്ട്. അപ്പൊ ഓനെല്ലാം അത് വിശ്വസിച്ച് അങ്ങനെ ജീവിക്കട്ടെ. അവര് അവരങ്ങനെ വിശ്വസിച്ച് അവരെ ഇതിലങ്ങനെ പോട്ടെ. അതല്ലേ നല്ലത്. വെറുതെ ഞാനെന്തിനും ഇവനോടെല്ലാം ഈ പറഞ്ഞ പോലെ തെളിയിക്കേണ്ട ആവശ്യം? അനക്ക് എന്റെ ജീവിതം എന്നെ തെളിയിക്കുക, എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ ഇതാക്കുക എന്നല്ലാണ്ട് ബാക്കിയുള്ള ആൾക്കാർ തെളിയിക്കണ്ടോ വിശ്വസിപ്പിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. ഓക്കെ, കാരണം ഈ നാട്ടുകാരെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന പരിപാടി ഞാൻ നിർത്തി. ഞാൻ എൻ്റെ ഇതില് പോയിക്കോളാം. മനസ്സിലായോ? അതാണ് എനിക്കും നല്ലത്, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും നല്ലത്. മനസ്സിലായോ? പക്ഷെ എന്നാലും ചാറ്റിലായിട്ട് ഒരു സുഖമില്ല കേട്ടോ. ഇവന്മാരെ തെറിവിളിയും കരച്ചിലും ആണെങ്കിലും ഒന്ന് കണ്ടു നോക്കട്ടെ. ഒറ്റ മിനിറ്റ് ഒന്ന് ഓഫാക്കി നോക്കട്ടെ. എന്തെങ്കിലും മാറ്റമുണ്ടോ നോക്കട്ടെ. ഒന്ന് നോക്കട്ടെ. അണ്ടി അല്ലാ വേണ്ട. അല്ലോ, വേണ്ട 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 വേണ്ട. യാ റബ്ബേ. കോൺട്രവേഴ്സി? എന്ത് കോൺട്രവേഴ്സി? ഞാൻ ഈ പറഞ്ഞ എന്റെ പ്രഷറും ഇതും കൊണ്ട് ഞാൻ എന്തെല്ലോ മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ട്. എനിക്ക് ഇനി അതിന് താല്പര്യമില്ല. മനസ്സിലാവും? ഫേസ് ക്യാം വേണ്ട കൈസ്. നമുക്ക് ഇന്നിങ്ങനെ കളിക്കാം. ആർ പി അല്ലേ, നമുക്ക് ഇങ്ങനെ പോവാം. ഓക്കെ,
ഷമീർ ഫസ്റ്റ് ഫേസ് ക്യാം ഓഫ് ലൈവ് കാര്യല്ലേ? എൻ്റെ ആദ്യത്തെ ഫേസ് ക്യാം ഇതായിട്ടുള്ള ലൈവാ. സത്യം, അത് സത്യം. എന്താ ഇവന്മാരെ കിടന്നിങ്ങനെ തെറി വിളിക്കുന്നുണ്ടല്ലോ. എന്നാ പിന്നെ വിളിക്കട്ടല്ലേ? എന്താന്ന് ചെയ്യണ്ടേ? വേണ്ട, നമുക്ക് നമ്മളെ പരിപാടിയായിട്ട് പോയാൽ പോരെ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് നിങ്ങൾക്കറിയാം. ബാക്കി പിന്നെ ഈ കണ്ട കോൺട്രവേഴ്സിക്ക് വന്ന മൈരന്മാരോട് വെറുതെ സംസാരിച്ചിട്ട് കാര്യമില്ല. സോ നമുക്കത് ഇമോട്ട് ഓൺലി തന്നെ ആക്കാം. അവന്മാര് മതി, അവന്മാരെ ചില ഇവിടെ കിടന്ന് ചിലക്കണ്ട, വിട്ടോ. ഓക്കെ, ഇതെന്താ? ഇതേതാ ഡ്രസ്? നമുക്ക് ഈ ഗ്യാങ്ങിന്റെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇതാക്കാനുണ്ട്, കുറേ പരിപാടീസ് ഉണ്ട്, മനസ്സിലാ? അപ്പോൾ എനിക്കാണെങ്കിൽ ഒന്നാമത് സമയവും ഇല്ല. അതുകൊണ്ട് പിന്നെ ഈ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനത്തെ കുറേ ഇതിൽ പെട്ടുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പം ഇനി അങ്ങോട്ട് RP ആയിട്ട് മാത്രം മുമ്പോട്ട് പോകാമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പം അതിനുള്ള ആൾക്കാർ മാത്രം മതി, ബാക്കി ആരും ഇവിടെ ആവശ്യമില്ല. ബാക്കി എല്ലാവരും വിട്ടോ. RP ആണാനുള്ള ആൾക്കാർ മാത്രം ഇടുണ്ടായാൽ മതി. ഇതേതാ ഡ്രസ്സ്? ഇതല്ലല്ലോ ഞാൻ ഇട്ട ഡ്രസ്സ്. ഏതോ ഗ്യാങ് ഡ്രസ് എന്തോന്ന് തോന്നട്ടാ. ഇതേതാ ഡ്രസ്? ഒരു ഓക്കെ, കൊച്ചാപ്പിന്നെ അമ്പലത്തിൽ വിളിയോ? ചാറ്റില്ലാത്തോണ്ട് ഇതൊന്നും ചോദിക്കാനും കഴിയില്ല. അയ്യോ, നമുക്ക് എന്തെല്ലാം പണിയുണ്ടല്ലോ. അന്ന് നമ്മൾ എങ്ങനെയാണ് ലൈവ് എൻഡ് ചെയ്തത്? ഇത് രണ്ടും കൊണ്ടുപോക്ക് ഭയങ്കര ടാസ്ക് ആട്ടാ. ഈ റിയൽ ലൈഫിൽ പുറത്തെ ജീവിതവും പിന്നെ ഇതും, അതായത് എന്തെങ്കിലും ഇതാ. ഹലോ, ഓക്കെ, വീരാന്ന് വിളിക്കാം. ഒരു വണ്ടി കിട്ടിയിരുന്നെങ്കിൽ. കാറ് വാങ്ങട്ടെ ഇന്ന്. അല്ല, ഇതാര്? ഹലോ ഹലോ ഹലോ, നിർത്ത്, വണ്ടി നിർത്ത്. ഹലോ, ഇതാരാ? ഹലോ, പേരെന്താ? ഓക്കെ, എന്നെ ഒന്ന് മുതുക്കിലിറക്കോ? வாங்க வாங்க வாங்க. உங்க பேர் என்ன? என் பேர் தனலட்சுமி. உங்க பேரு? தனலட்சுமி. ஓகே ஓகே. என் பேரு ஷுக்கூர். ஆமா. ஷுக்கூர். ஹாய் ஷுக்கூர். ഹായ് ധനലക്ഷ്മി. ധനലക്ഷ്മി ബാങ്കാണോ? ബാങ്കോ? അല്ലല്ലേ. ബാങ്കോ? അയ്യോ ഇല്ല, ബാങ്കില്ല. ഓ, ധനലക്ഷ്മി ബാങ്ക്. ഓ, ഐ സി. சூர்யா. சூர்யா உங்கட ஆரு? என் தம்பி தான். வா 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 சூர்யா, வா சூர்யா. வந்து கூப்பல்ல இடிக்க கூடாது. அது பிரேக் புடிச்ச நீ தாண்டி உள்ள வந்துட்ட. மொத்த பொളിയോ இங்கிட்ட வா, நான் கண்ணு வச்சு பிடிக்கிறவன். யாரப்பே? கண்ணு கச்சடி. ஹாய் சூர்யா. இன்னொருத்தி இருந்தாலே, அவ எங்க? ஹாய் சூர்யா.
ഹലോ സൂര്യ. എന്താ നൈസ് ടു മീറ്റ് യു. ഹലോ. ഓടാ முதுகு வந்து நிற்க முதுகு வந்து நிற்க. இவன் ஏன் இறங்கி குதிச்சா? இவன் നീ ഏൻ കുതിച്ച? വണ്ടി ഇറങ്ങണ്ട, ഓന് മനസ്സിലാവും. വണ്ടി ഇറങ്ങണ്ട, എന്നെ കണ്ടതിന് ഓന് മനസ്സിലാവും. സംഭവം മൊത്തം പൊളിയും. ഫുഡ് സാപ്പിടുறதுக்கு அங்க உட்கார்ந்து சாப்பிடலாம்ல. வா வா. ഹായ് സൂര്യ ബേബി. ഹായ് സൂര്യ ബേബി. என்ன ഞാൻ ഉങ്ങളെ ആദ്യമായി പാക്കറേ. அடுங்க நீ யாருக்கு எனக்கு இந்த ட்ரெஸ் பார்த்தா എന്നാ யாரு? அவன் பிஎம் ஆளு. ആരാ? பிஎம் സിഎമ്മോ? ஆ അതന്നെ. பிஎம் இல்ல சிஎம் ഞാൻ സിഎം. ஒழுங்கா போய் பல்கை அப்புறம் சிஎம் பிஎம் சொல்லலாம். அதுதான். கைஸ் வண்டி ப்ராப்ளம் கைஸ். எடா நான் குதிக்கிறேன். வண்டியில அடுத்த வண்டி ஏறவே ധനലക്ഷ്മി ഫ്രീ ആണോ? എങ്ക പോണോ? എനിക്ക് ഡ്രസ് ഷോപ്പിൽ ഷമീർക്കാണ്. ആ വണ്ടി കേറ്. ഈ വണ്ടി ഞാൻ കേറുവോ? കേറൂല. കേറുവോ? നീ ഒരു ധനലക്ഷ്മിയോ? നീ ഒരു വണ്ടി എടുത്തിട്ട് വാ. மார்க் பண்ணுங்க மார்க் பண்ணுங்க. എനിക്ക് മാർക്ക് பண்ண தெரியாது. எந்த ഹലോ. മാർക്ക് பண்ணிட்டேன். എനിക്കൊരു കാർ വാങ്ങണമെന്നുണ്ട്. ധനലക്ഷ്മി ഒരു കാർ സെലക്ട് ചെയ്ത് തരുമോ എനിക്ക്? நீங்க புதுசா இந்த ஊருக்கு? புதுசு. உங்களோட காரு நல்ல ரசம் இருக்கு. அப்போ நீ ஒரு கார் செலக்ட் பண்ணிட்டா அது எனக்கு ரொம்ப எனக்கு கார் செலக்ட் பண்ண தெரியாது. இது எனக்கு gift கிடைச்சது. ആര് ഗിഫ്റ്റ് തന്നത്? என் பிரதரா? എന്നാലും നീ என் கூட வந்து கொஞ்சம் சொல்லிட்டா எனக்கு கொஞ்சம் நிம்மதியா எடுக்க முடியும். இப்ப ட்ரெஸ் ஷாப் போணுமா கார் ஷாப் போணுமா? ആദ്യം ഡ്രസ് ഷോപ്പ് പോലാം. ட்ரெஸ் ஷாப் ஓகே. உங்களுக்கு பாய் ஃப்ரெண்ட் இருக்கா இங்க? இருக்கு. ஆரா? கண்ணாப்பி. എനിക്ക് தெரியும். நாங்க ஃப்ரெண்ட்ஸ். இங்கதான் ட்ரெஸ் ஷாப் காட்டுது. இது ஆப்போசிட்டா? ഡ്രസ് ഷോപ്പിൽ വന്ന വരവാണേ കാണണേ. അടിപൊളി കേട്ടോ. കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഡ്രൈവിംഗ് കേട്ടോ. താങ്ക് യു. അല്ല എന്നെക്കാട്ടി നന്നായിട്ട് ഓടിക്കുന്നുണ്ട്. താങ്ക് യു താങ്ക് യു. ഡ്രസ് മാറ്റിക്കോங்க. ഓക്കെ. എന്നാ ഇതിനകത്തൊരു ചിരിയൊക്കെ? ഇതിനകത്ത് ചിരിയൊക്കെ വണ്ടിക്കകത്ത്. അടിപൊളി. എടാ ഞാൻ ഇതിന് മുമ്പ് എടുത്ത ഡ്രസ്സ് വേറെ ഇടാ. പക്ഷെ ഇത് ഇത് പോരെ? അത് കൊള്ളാലോ. കൊറേ സെറ്റ് വെച്ചിണ്ടാ. എപ്പ സെറ്റ് ചെയ്ത്? അതൊക്കെ ഉണ്ട്. നമ്മളറിയാണ്ട് കേറുന്നുണ്ടപ്പോ. എടാ ഇല്ലടാ, ഇത് മുമ്പാക്കി വെച്ചതാ. എവിടെ പരിചയപ്പെട്ട് ധനലക്ഷ്മി പോയോ? മറ്റോ കൊണ്ടുപോയെന്നോ? ആര്?
മറ്റൊന്ന് പറഞ്ഞാല് ഇവിടെ ഒരു വേട്ടവടെ നിൽക്കണ്ടാവും. ആ ബാ നമുക്ക് പോവാം. ഒരു ഇവിടെ കാർ വരുമ്പോ നമ്മൾ കൊണ്ടാകേണ്ടി വരും ഇനി. ഏ ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഓളയിൽ വണ്ടി ഉള്ളല്ലേ, പോയതായിരിക്കും. ഇല്ല, വണ്ടി പോയി. വണ്ടി പോയോ? ആ ഇത് ധനലക്ഷ്മി, ആ ഇവിടുന്ന് പോയടാ. ആ ഇടിച്ചിട്ട് ഓ വീഡിയോ എന്നാ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ. അല്ല നമ്മുടെ ഇതെന്തായി, ബിസിനസ് കാര്യങ്ങളെല്ലാം എന്തായി? ബിസിനസ് ഞാൻ സംസാരിക്കാൻ പോയിട്ടൊന്നുമില്ല. ഒറ്റക്ക് പോയി കഴിഞ്ഞാൽ മൂഞ്ചു. പൈസ ഒന്നും ഇല്ലല്ലോ കൊടുക്കണ്ടേ. അല്ല അത് ആരാന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും മറന്നു. ലാസ്റ്റ് നടന്ന ഞാൻ മറന്നുപോയി. നമ്മുടെ മെയിൻ ആളുകളെ വിളിച്ചോ നോട്ടെ. ഇവനയുടെ എക്സിയുടെ വരുമായിരിക്കും. ബോംബെ മരിച്ചുണ്ട്. ബോംബെ വെച്ച് കേറിയിട്ടില്ലല്ലോ. ആ ബോംബെ വെച്ച് ഡീലാക്കി തന്നത്. അടിയിലാക്കി തന്നെ നമ്മുടെ ഇവള് വരുമോ? ഒരു 5 മിനിറ്റ് വരെ, 5 മിനിറ്റ് 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഒരു കാറ് വാങ്ങാല്ലേ, ഒരു കാർ ആവശ്യം തന്നെ അല്ലേ. എടുക്കാം. ഉണ്ടാക്കും വന്നോ അമ്പുരാനറിയാം. ഫണ്ട് പോയിട്ടുണ്ടാവില്ലല്ലോ, നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലല്ലോ. ഇല്ല. പിന്നെ നമ്മളൊരു പ്രൂഫ് ഉള്ളതല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വരും. നമ്മളെ പോക്കിരി പിന്നെ ഒരു വിവരമില്ലല്ലോ മൂപ്പര. പിന്നെ വിവരമില്ല. എനിക്ക് തോന്നുന്നു ഇവളിന് വരുമെന്ന് തോന്നുന്നില്ല കേട്ടാ. വരുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഇല്ല. നമ്പർ കൊടുത്ത നമ്പർ ഇല്ലില്ല, നമ്പർ കൊടുത്തില്ല. അല്ല ഓള് ഇതാക്കുമായിരിക്കും, മാനേജ് ചെയ്യുമായിരിക്കും. നമുക്ക് പോവാം. അങ്ങനെയെങ്കിലും ആന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ട്രിഗറും ഇതും ദേഷ്യങ്ങളും കയറും പപ്പാട് ആ സ്പോട്ടില്. അങ്ങനെ ഒരുത്തരായിപ്പോയി ഞാൻ. ഇനി അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടാവില്ല, അത് എൻ്റെ ഭാഗത്ത് ഉറപ്പാണ്. ഇനി കോൺട്രവേഴ്സി എന്ന് പറഞ്ഞ ഒരു 5 കൊല്ലത്തേക്കുള്ള കോൺട്രവേഴ്സി ഞാൻ ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായോ? ഒരു 5 കൊല്ലത്തേക്കുള്ള കോൺട്രവേഴ്സി ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു കോൺട്രവേഴ്സി പിടിക്കാൻ എനിക്ക് പറ്റൂല. മനസ്സിലായോ? അടുത്തൊരു 5 കൊല്ലത്തേക്കുള്ള കോൺട്രവേഴ്സി ഞാൻ ഓൾറെഡി പിടിച്ചു. ഇനി എനിക്ക് പിടിക്കാൻ പറ്റൂല. ഇനി ഞാൻ നെല്ലയിൽ പോകാൻ പോവാ. കാരണം എനിക്ക് പറ്റൂല, അതാണ്. പുറത്തൊക്കെ പ്രശ്നം കാരണം GTA ഗാങ് പോയതാണ് ശരിക്കും സാഡായത് കാര്യം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ. പിന്നെ ഇതിലെല്ലാവർക്കും പങ്കുണ്ടോ, മനസ്സിലായോ? ഈ പറഞ്ഞ പോലെ ഒരു പ്രോബ്ലം വരുമ്പോ അത് ഇതാക്കാൻ ഈ പറഞ്ഞ ഇതിന്റെ റൂട്ട് കോസ് ആയിട്ട് ഓരോരാൾക്കും ഇതിൽ പങ്കുണ്ട്. ഓരോരാൾക്കും പങ്കുണ്ടെന്ന് ഞാൻ പറയും. ഇപ്പൊ GTA ആൾക്കാരാണെങ്കിലും ഓരോരാൾക്കും പങ്കുണ്ട് തന്നെ ഞാൻ പറയും. പിന്നെ ആരുടെ പേരും ഇതൊന്നും എടുത്ത് ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ എല്ലാരും അവരവരെ ഇത് നോക്കി ലാസ്റ്റ് ഇപ്പൊ എല്ലെണ്ണും അടിച്ച് മൂഞ്ചി തെറ്റി അങ്ങ് ഇരുന്ന്, മനസ്സിലാ. അപ്പം ബ്രോ ആ ലൈഫ് ഓഫ് അനന്തു കോപ്പിറൈറ്റ് അടിച്ച് കളയാൻ പറ്റുമോ? അവൻ കുറെ പേരുടെ ലൈഫ് നശിപ്പിച്ചവനാണ്. എടാ ഓനൊന്നും ഒരു പുല്ല്, ഓനൊന്നും ഇതാക്കി വിചാരിച്ചിട്ട് എന്റെ ലൈഫ് നശിക്കാനൊന്നുമില്ല, മനസ്സിലാവും. വിട്, ഞാൻ പറയുന്നില്ല. അതെല്ലാം നമുക്ക് നമ്മളെ പരിപാടികളിലൂടെ ഇതാക്കാൻ പറ്റും. പിന്നെ കൊടുക്കാൻ പറ്റുന്നതെല്ലാം നമുക്ക് ചെയ്യാം. വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല. നമ്മളോട് ചെയ്തവരെല്ലാം നമുക്ക് വെയിറ്റ് ചെയ്ത് സമയം വരുമ്പോൾ ഇതാക്കാം. അല്ലാണ്ട് മോശം സമയത്ത് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. അതാണ് എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞ ഉപദേശം. നമുക്കൊരു മോശം സമയത്താണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാം മോശമായിട്ട് സംഭവിക്കും. അതെങ്ങനെയാടാ ലൈഫ് അങ്ങനെയാണ്. നമുക്ക് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, എൻ്റെ നല്ല ടൈം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ എന്ത് തെറ്റ് ചെയ്താൽ പോലും അത് നല്ലതേ ആവാറുള്ളൂ, അല്ലെ? ഇപ്പൊ എന്ത് ചെറിയ തെറ്റ് ചെയ്താൽ പോലും അത് വലിയ തെറ്റാവും. അങ്ങനെയാണടാ ജീവിതം എന്നെല്ലാം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഇസ്മായിൽ ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടോ? എന്നെ ഞാൻ പറയുന്നത്, എടാ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആർക്കും വെയിറ്റോ ഇതൊന്നും കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല.
എല്ലെണ്ണം ജീവിച്ച് പോട്ടെ. കുറെ എണ്ണം ഞാൻ ഇതാക്കിയ കുറെ എണ്ണം അനക്ക് അടിച്ച് ബാക്കും തന്നിട്ടുണ്ട്, കുറെ എണ്ണം. മനസ്സിലാ? അപ്പൊ ഓനെല്ലാം അങ്ങനെ ആക്കി അടിച്ചു തന്ന് ഈ പറഞ്ഞ പോലെ രക്ഷപ്പെടാന്ന് വിചാരിച്ചായിരിക്കും. ഇപ്പൊ എല്ലാവനും മൂഞ്ചിപ്പോ മൂഞ്ചി. അപ്പം എല്ലാവനും മനസ്സിലാ? അപ്പൊ അത് തന്നെടാ, ഇത് അള്ള ഉണ്ട്. അങ്ങനെ അള്ള ഇല്ലാത്ത ലോകമൊന്നല്ല ഇത്, അല്ലെങ്കിൽ ദൈവം ഇല്ലാത്ത ലോകമൊന്നല്ല ഇത്. എന്തൊക്കെ ഉണ്ടോ, എന്തൊക്കെ ഇതുണ്ടോ അതിനെല്ലാം എല്ലാവർക്കും കിട്ടും. മനസ്സിലാ? അതിപ്പോ ഏത് വല്ല മഹാനാണെങ്കിലും ഏത് വല്ല ആളാണെങ്കിലും തെറ്റ് ചെയ്താ അല്ലെങ്കിൽ അതിനുള്ള ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി ഇല്ലെങ്കിൽ പണി കിട്ടും. അതങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാൻ വല്ല പുണ്യാളനായിട്ട് പറയുന്നൊന്നല്ല, ഞാനും മാറിയും ചറ്റെല്ലാം തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ അങ്ങനെയാണ്. പക്ഷെ ഞാൻ തന്നെ ആലോചിക്കുമ്പം ഞാൻ അങ്ങനത്തെ ഒരു അത്ര വലിയ ഇതല്ല. ഞാൻ ഒരു മണ്ടനായിട്ടുള്ള ഒരുത്തനാണ്. ഞങ്ങൾക്ക് ജീവിതത്തിൽ പറ്റിയിട്ടുള്ളൂ. ഇനി അപ്പൊ ഗാങ് ലൈവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഗാങ് ലൈവ് ഇനിയിപ്പോ എനിക്ക് തോന്നുന്നില്ലടാ ഉണ്ടാവോ ഇതാവോന്നൊന്നും. കാരണം എല്ലായിടത്തും അങ്ങനെയൊക്കെയാ പോകുന്നത്. ബിസിനസ് എന്തായി അത് വരുന്നുണ്ട്, അടുത്ത വ്ളോഗ് വരുന്നുണ്ട് അതിന്റെ കാര്യങ്ങളായിട്ട്. എൻ്റെ ഇപ്പോഴത്തെ പുറമേ ഉള്ള ജീവിതം നിങ്ങൾക്ക് അറിയില്ലല്ലോ, അതൊക്കെ ആയിട്ട് വരുന്നുണ്ട്, വ്ളോഗ് വരുന്നുണ്ട്. ദൈവം ഉണ്ടെങ്കിൽ തെറ്റ് നടക്കൂല ബ്രോ. പക്ഷേ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലടാ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ? തെറ്റുകൾ സംഭവിക്കും, എന്നിട്ട് പിന്നെ ശരിയാവും. ചീത്ത സമയം വരും. ആ ചീത്ത സമയം വരുമ്പോൾ നമ്മൾ ദൈവത്തിനെ കുറ്റം പറയും, ദൈവം ഇല്ല നമ്മൾ വിചാരിക്കും, ദൈവം നമ്മളെ രക്ഷിക്കൂല നമ്മൾ വിചാരിക്കും. പക്ഷെ നല്ല സമയം വരുമ്പം ഇതേ ദൈവം തന്നെ നമ്മളെ എല്ലാം മായ്ച്ചുകൊണ്ട് എല്ലാം മറിച്ചുകൊണ്ട് നല്ല ഇതിലേക്ക് എത്തിക്കും. അപ്പൊ അത് ജീവിതത്തിന്റെ ഒരു പാർട്ടായിരിക്കും, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു കളിയായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയില്ല. മനസ്സിലാ? എനിക്കറിയില്ല അതിനെ കുറിച്ച്. വ്ളോഗ് ഡബ്ല്യൂ ആയിരുന്നു. താങ്ക് യു ബ്രദർ. നീ സത്യമായി പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യും, സ്ക്രിപ്റ്റ് ആക്കി മാനിപ്പുലേഷൻ ആക്കി. എടാ ഞങ്ങക്ക് ഈ പറഞ്ഞ പോലെ, ഞാൻ നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു ഇങ്ങനെ സ്ക്രിപ്റ്റ് ആക്കാൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബുദ്ധിയുള്ള ഒരുത്തരാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു മണ്ടത്തര ചെയ്യോടാ. കാരണം ഒരാളും എന്നോട് ഈ പറഞ്ഞ പോലെ ഡ്രഗ് റിസൾട്ട് ചോദിക്കാണ്ട് എല്ലാവരും മറന്ന്, ആരും അതിനെക്കുറിച്ച് പറയുന്നില്ല, ആരും അതിനെക്കുറിച്ച് വീഡിയോ ഇടുന്നില്ല, ആരും ഇതാക്കുന്നില്ല. എന്നിട്ട് ഞാൻ അങ്ങനെ ഒരു സാധനം ചെയ്തിട്ട് അതും അത്രയും മണ്ടത്തരം കാണിച്ചിട്ട് ഇതായ ഒരുത്തനാണ് ഞാൻ. മനസ്സിലായ? അപ്പൊ കുറച്ചെങ്കിലും അതിനുള്ള കഴിവുള്ള ഒരുത്തനാണെങ്കിൽ ഞാനത് വൃത്തിക്ക് ചെയ്തിട്ട് നിങ്ങളെ മണ്ടന്മാരെ ആക്കുക, അല്ലെങ്കിൽ അങ്ങനെയല്ലേ അത് സംഭവിക്കേണ്ടത്. അപ്പം പാർട്ടി ആയില്ല. ലിയോൺ സിറ്റി കേറ്. നാളെ ലൈവ് ഉണ്ടോ? നാളെ ലൈവ് ഇടാം. ഗൈസ് ഹി ഈസ് മാനിപ്പുലേറ്റിംഗ്. അങ്ങനെ തന്നെടാ. മാലിക്കായുള്ള ഇഷ്യൂ ആണ് ഇതിനെല്ലാം തുടക്കം. അങ്ങനെ പറയാൻ പറ്റൂല. എന്നാലും ഈ പറഞ്ഞ പോലെ ഇവന്മാർക്കെല്ലാം ഞാനല്ലേ പറഞ്ഞു കൊടുത്താടാ ഈ റാംബോനോടെല്ലാം. റാംബോ, നിങ്ങൾ നിങ്ങളെ കാര്യമായിട്ട് പോയിക്കോ, ഞാനിപ്പൊ നിങ്ങളെ RP-യിലില്ല, ഇതിനില്ല. അപ്പൊ എന്നെ ദയവേതൊന്നും പറയാനോ ഇതാക്കാനോ വരരുത്, നീ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ബുള്ളിങ്ങും ഇതെല്ലാം ഇവർ തന്നു. ഞാൻ വിട്ട് ഇതാക്കി. പുറത്തും കുറേ നടന്നിട്ടുണ്ട് ഇതെല്ലാം, അകത്ത് മാത്രല്ല. പിന്നെ ലാസ്റ്റ് കെട്ടേരം ഈ പറഞ്ഞ പോലെ. പക്ഷെ അതൊന്നല്ല കേട്ടോ, ഇതെല്ലാം അതിന്റെ മുമ്പേ ഞാൻ പറയുന്നുണ്ട് ഞാൻ ഇത് ഇതാക്കുമെന്ന്. പക്ഷെ ഇവന്റെ എല്ലാം ഈ കൊണയും കൂടി കണ്ടേരം എനിക്കൊന്നും കൂടി ഒന്ന് ഇളകി. മനസ്സിലായി? ഈ കണ്ട വാണത്തിന്റെ എല്ലാം ഇത് കണ്ടേരം. അപ്പം അങ്ങനെയാണ്. ബ്രോ, അന്ന് ഹൃദു അരുൺ വന്നിട്ട് തെറി വിളിച്ചത് സ്ക്രിപ്റ്റ് ആണോ? ഏയ് അതൊന്നും അങ്ങനെ എല്ലാം ഒന്നല്ലടാ. ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നതല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, അങ്ങനെ
എല്ലാം സ്ക്രിപ്റ്റ് ഒന്നല്ല. ഈ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ മെജോറിറ്റി ഓഫ് ദ തിങ്സ് ഇതാണ്. പക്ഷെ ഇങ്ങനത്തെ എല്ലാം ഒന്നും അങ്ങനെയല്ല. എല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റൂല. നമുക്ക് അങ്ങനെ വേറൊരാളെ എങ്ങനെ നമുക്ക് സ്ക്രിപ്റ്റ് ആക്കി ചെയ്യാൻ പറ്റും? ഈ പുറമേ വരുന്ന നമ്മളെ കൂട്ടത്തിൽ നടക്കുന്നതല്ലാണ്ട് നമ്മളിപ്പോ 10 ആളുണ്ടെങ്കിൽ 10 ആള് കൂടിയിട്ട് സ്ക്രിപ്റ്റ് ചെയ്യാന്നല്ലാണ്ട് പുറമേ ഉള്ള ആരും ഒന്നും അങ്ങനെ ഒന്നും നിൽക്കൂല. പ്രത്യേകിച്ച് ആരും അങ്ങനെ പുറമേ ഉള്ള ആൾക്കൊന്നും അത് മനസ്സിലാവില്ല. അവർക്കൊന്നും അങ്ങനെ ആക്ട് ചെയ്യാൻ പോലും അങ്ങനെ ഒന്നും പറ്റൂല. മനസ്സിലായോ? അപ്പം എന്തായാലും നീ മുമ്പില് നമ്മള് ഹാപ്പി. അത് മതിയടാ മുത്തേ, അത് മതി. ബ്രോ യുവർ വ്യൂസ് ആർ അണ്ടർ 18. എന്റെ പൊന്ന് ബ്രദർ, ഇവിടെ എത്ര 812 ഇതാ ഇവിടെ എനിക്ക് കാണാം. ഈ വ്യൂസും വെച്ചിട്ട് ഞാൻ ഇവിടെ ലൈവ് ചെയ്യുന്നു. മനസ്സിലായോ? വെറുതെ നിന്റെ എല്ലാം ഓരോ മൊണ്ണത്തരം എല്ലാം കണ്ട് ഞാൻ ഇതാകണായിരിക്കും. ഇത് എനിക്ക് ഇവിടെ കാണിക്കും, നിങ്ങൾക്ക് കാണിക്കൂലെങ്കിലും. ഷമീർ ലൈവ് സ്റ്റോറി പറയുന്ന ലൈവ് സ്റ്റോറി എന്താ ഞാൻ പറയാനുള്ളത്? ലൈവ് സ്റ്റോറി എന്താ പറയാനുള്ളത്? ലൈവ് തുടങ്ങിയത് നിങ്ങൾ കണ്ടല്ലേ? അപ്പം ലാസ്റ്റ് 40% പറയാമോ? ലാസ്റ്റ് 40 മതിയടോ. എന്തിനാടോ ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും? എടാ നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞാൻ ഈ പറഞ്ഞ ഈ സംഭവം എല്ലാം നടക്കുന്നതിന് മുമ്പ് ഇതെല്ലാം എനിക്ക് വേണേൽ ഫേസ് ക്യാം ഇട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ റീച്ചും കൂടുതൽ ആൾക്കാരിലേക്കെല്ലാം ഇതെല്ലാം എത്തും. പക്ഷെ എനിക്ക് വേണ്ട. ഈ ഉള്ള ആൾക്കാരോട് ഞാൻ ഈ കാര്യം പറഞ്ഞ നിങ്ങൾക്കൊരു കാര്യം അറിയാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഓൻ്റെ കൂടെ 10-12 കൊല്ലം ഞാൻ കൂടെ ഉണ്ടായതാ അല്ലേ? ഞാൻ ഒരിക്കൽ പോലും എൻ്റെ റീചാർജ് ചെയ്യാൻ പോലും ഓൻ ഇങ്ങനെ ചോദിക്കും, റീചാർജ് ചെയ്യണോന്ന് ചോദിക്കും. ആയിരിക്കും റാംബോക്കൊക്കെ റീചാർജ് ചെയ്ത് കൊടുക്കുമ്പോൾ ചോദിക്കും റീചാർജ് ചെയ്യണോന്ന് ചോദിക്കും. ഞാൻ പറയും വേണ്ടാന്ന് പറയും. കാരണം എന്താ അറിയോ? എനിക്ക് എൻ്റെ ഇതിലല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് ആ പൈസക്ക് എന്തെങ്കിലും മേടിച്ച് തിന്നാന്നുള്ള ബോധമുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ മൈൻഡുള്ള ആളാണ് ഞാൻ. ഓൻ്റെ ആടെ തിന്നു കടന്നു അല്ലെങ്കിൽ ഫുഡ് കഴിച്ചു കടന്നുറങ്ങി എന്നല്ലാണ്ട് വേറൊരു ഇതിനും ഞാൻ ഓൻ്റെ പൈസയോ ഇതോ അല്ലെങ്കിൽ വേറൊന്നും ഞാൻ അവിടുന്ന് യൂസ് ചെയ്തില്ല. മനസ്സിലായോ? അങ്ങനെ പോയതാ ഞാൻ. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഓൻ്റെ ലൈവ് എന്റർടൈൻ ആക്കാൻ വേണ്ടി എന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റത്തെ മലേഷ്യൻ വ്ളോഗെല്ലാം ഓൻ പറഞ്ഞ് എന്താ പറയുക, ഇതിൽ കണ്ടന്റ് ഒന്നും ഇല്ല, ഞാൻ ഈ വ്ളോഗ് ഇടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെയ്തത് എന്താ അറിയോ? ഞാൻ അവിടെ ഉള്ള ഒരു പെണ്ണുങ്ങളെ കണ്ടിട്ട് വെറുതെ പോയിട്ട് അങ്ങോട്ടൊരു ഇതാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഓൻ്റെ ലൈവിന് അല്ല എന്താ വ്ളോഗിന് കണ്ടന്റ് ആക്കാൻ വേണ്ടി ഞാൻ ചെയ്തു കൊടുത്തതാ അത്. അങ്ങനെ വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം ക്യാമറയുടെ മുമ്പിലുള്ള കാര്യം കേട്ടോ. ഇതിന്റെ ബാക്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഓൻ്റെ എന്തെല്ലാം സ്ട്രഗിളിങ് പീരീഡിലും എന്തെല്ലാം കാര്യത്തിലും കൂടെ ഉണ്ടായി എന്നുള്ളത് ഓന് കൃത്യമായിട്ട് അറിയാം. അപ്പൊ എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇത്രയും ഇതെല്ലാം ചെയ്ത് എനിക്ക് ഓനൊരു ചാനൽ ഉണ്ടാക്കി തന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, അൾട്ടിമേറ്റ്ലി ഈ പറഞ്ഞ ഞാൻ ചെയ്തതിനൊക്കെ എനിക്ക് പേ ഓഫ് കിട്ടി. അൾട്ടിമേറ്റ്ലി ഞാൻ ചെയ്തതിനൊക്കെ എനിക്കൊരു പേ ഓഫ് കിട്ടി. ഓൻ എല്ലാ കാര്യങ്ങളും ഞാൻ ഇത്ര കാലം കൂടെ നിന്നതിന് എനിക്കൊരു ഇത് തന്നല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് നടന്നല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഓൻ ചെയ്തു തന്നല്ലോ. സോ എനിക്ക് അൾട്ടിമേറ്റ്ലി ഒരു പേ ഓഫ് കിട്ടിയെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ നിന്നു. ഞാൻ ഏറ്റവും അവനോട് റവന്യൂ കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ. എനിക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ആ പ്രൈം ടൈമിൽ 10-15 യൂട്യൂബിൽ ലൈവ് വ്യൂവർഷിപ്പ് ഉണ്ട്. അപ്പം ആ ലൈവ് കഴിയുമ്പോൾ ഇത്ര ലക്ഷം എനിക്ക് കിട്ടും മാസത്തില്. അപ്പൊ അത് ഞാൻ കാണാറുണ്ട്. പക്ഷെ ഞാൻ ഇന്നേ വരെ ആ പൈസ ചോദിക്കാനോ ഇതാക്കാനോ ഒന്നും ഞാൻ നിന്നില്ല. എന്നിട്ട് 1 മാസം 2 മാസം 3 മാസം 4 മാസം ഞാൻ പൈസ ചോദിച്ചിട്ടില്ല.